നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അടിയന്തരാവസ്ഥ കാലഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പലയിടങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കെ തന്റെ അഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ശശി തരൂർ. 49 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തെ ഇപ്പോൾ ഇത്ര ശക്തമായി ചർച്ച ചെയ്യുന്നത് എന്തിനാണെന്നാണ് ശശി തരൂരിന്റെ ചോദ്യം. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശശി തരൂർ തന്റെ അഭിപ്രായം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശശി തരൂർ തന്റെ അഭിപ്രായം വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം പാർലമെന്റിലെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അടിയന്തരാവസ്ഥ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അടിയന്തരാവസ്ഥ ഭരണഘടനാ വിരുദ്ധമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞത് ശരിയായില്ല എന്നാണ് ശശി തരൂരിന്റെ പക്ഷം. NDA സർക്കാർ 1975 കുറിച്ചോ 2047 കുറിച്ചോ ആണ് സംസാരിക്കുന്നത്. ഞാൻ അടിയന്തരാവസ്ഥയെ വിമർശിക്കുന്നു. അടിയന്തരാവസ്ഥ ജനാധിപത്യ വിരുദ്ധമായിരിക്കാം, എന്നാൽ അത് ഭരണഘടനാ വിരുദ്ധമല്ല. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല. പക്ഷേ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന NDA സർക്കാരിന്റെ അവകാശവാദത്തെ താൻ വെല്ലുവിളിക്കുകയാണെന്ന് ശശി തരൂർ പറഞ്ഞു. 49ാം വർഷത്തിലേക്ക് കടന്ന 1975 അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രസംഗിച്ചത് ഇപ്രകാരമായിരുന്നു: ഇന്ത്യൻ ഭരണഘടന പൂർണ്ണമായി തിരസ്കരിക്കപ്പെട്ട, ഭരണഘടനയുടെ ഓരോ ഭാഗവും തുണ്ടായി പിച്ച് ചീന്തിയ, രാജ്യം മുഴുവൻ തടവറയായി മാറിയ, ജനാധിപത്യം പൂർണ്ണമായി അടിച്ചമർത്തപ്പെട്ട ആ ദിനത്തെ നമ്മുടെ പുതിയ തലമുറ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. നമ്മുടെ ഭരണഘടനയിലും രാജ്യത്തിന്റെ ജനാധിപത്യവും ജനാധിപത്യ പാരമ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിൽ രാജ്യത്തുള്ളവരെല്ലാവരും പ്രതിജ്ഞയെടുക്കണം. 50 വർഷം മുൻപ് സംഭവിച്ചത് ആവർത്തിക്കാതിരിക്കാൻ ഇനി ആരും ധൈര്യപ്പെടില്ലെന്ന ഓർമ്മപ്പെടുത്തലായിരിക്കണം ആ പ്രതിജ്ഞയെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പോലീസ് ഭരണകൂടത്തിന്റെ കൂലിപ്പട്ടാളമായി മാറുകയും പൗരാവകാശങ്ങൾ മരവിപ്പിക്കപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ വിചാരണയില്ലാതെ തടവിലാക്കപ്പെടുകയും മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും ചെയ്യപ്പെട്ട ആ കറുത്ത ദിനങ്ങളെ പ്രതിരോധിച്ചവർക്ക് ആദരവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അർപ്പിച്ചിരുന്നു.